ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ഓണപ്പരിപാടിയാണ് ഇനി നാളെ അങ്ങോട്ടേക്ക്. അച്ചമ്മയുടെ അടുത്ത് ഓണം അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക എന്നുള്ളൊരു തീരുമാനമാണല്ലോ എല്ലാവർക്കും. അപ്പം അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് ചെന്നിട്ടുള്ള നല്ല അടിപൊളി ഓണവിശേഷങ്ങളാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രുതി ഇല്ലാത്തതിൻ്റെ എല്ലാ കേടുപാടുകളും ശ്രുതിക്കുണ്ട്. അവിടെ വർഷയും അതുപോലെ രേവതിയും അണിഞ്ഞൊരുങ്ങി സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ വേറെ ആരാ ഉള്ളത്, ചന്ദ്രയും കലാവതി മുത്തശ്ശിയുമൊക്കെ എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുമ്പം തൻ്റെ ഭാര്യ മാത്രം കൂട്ടത്തിൽ ഇല്ലാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമ്മുടെ ശ്രുതിക്കുള്ളത്. ശ്രുതിക്ക് അതിൻ്റെ പരാതിയും പരിഭവവും സങ്കടവും ഒക്കെയാണ്. അച്ചമ്മയോട് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്നിട്ടും നമ്മുടെ ശ്രുതി ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് അച്ചമ്മയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ, ശ്രുതിനെ വീട്ടിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞാലോ, ചിലപ്പം അച്ചമ്മ പറയുകയാണെങ്കിൽ അമ്മ സമ്മതിക്കും, വീട്ടിൽ കയറ്റും എന്നൊക്കെ ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ. അതിനിടയിൽ ഈ മുടിഞ്ഞ മടി എന്ന് പറഞ്ഞാൽ മടി, തേങ്ങ ചെരുവാൻ മടി, കറിക്കരിയാൻ മടി, അങ്ങനെ ഒരു പണിയും ഒരു ഇടപാട് നമ്മുടെ ശ്രുതിക്ക് പറ്റത്തില്ല. ഞാനൊരു ബിസിനസ്മാനാണ്, എനിക്ക് ആ ഒരു ബിസിനസ്മാനിൽ നിന്ന് വിട്ടുവരാനൊന്നും പറ്റത്തില്ല. ഞാനൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളയിൽ കയറി തേങ്ങ ചിരണ്ടലൊക്കെ അതൊക്കെ എനിക്ക് നാണക്കേടാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ സച്ചി ആണെങ്കിൽ എടാ നാണം ഇല്ലേടാ നിനക്ക്, ഒരു ബിസിനസ്മാൻ വന്നേക്കുന്നു. എന്ത് ബിസിനസ്മാനാ, എവിടത്തെ കോപ്പിലെ ബിസിനസ്മാനാടാ നീ? എന്താ ബിസിനസ്സുകാരൊന്നും അടുക്കളയിൽ കയറത്തില്ലേ, തേങ്ങ ചിരണ്ടത്തില്ലേ, കറിക്കരിയത്തില്ലേ? ഒരു നല്ല ഓണമായിട്ട് അവൻ കൂഴി മടിയനായിട്ട് എവിടെയെങ്കിലും ചെന്നിരിക്കുക. എന്ത് ചെയ്യാനാ അച്ചമ്മേ, ഇവനെ വഷളാക്കിയത് വേറെ ആരുമല്ല, അച്ചമ്മയുടെ മരുമകൾ തന്നെ. അച്ചമ്മയുടെ മരുമകൾക്ക് കൊടുത്താൽ മതിയല്ലോ നല്ല തട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, എന്ത് ചെയ്യാനാ, കൂട്ടത്തിൽ ഒരെണ്ണം ഇങ്ങനെ ആയി പോകും, അതങ്ങനെയാ മോനെ, സ്വാഭാവികമായിട്ടും കൂട്ടത്തിൽ ഒരെണ്ണത്തിന് കഴിവില്ലാതെ ആയി പോകും. അങ്ങനെ ശ്രുതി ഒരു കഴിവ് കെട്ടവനായി പോയി. പിന്നെ ചന്ദ്രയാണെങ്കിൽ അവന് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അറിയത്തില്ലേ, ഈ ജൈവവളവും അതുപോലെ അല്ലാതെ രാസവളവും ഇട്ട് കൊടുക്കുന്ന രണ്ടിനും വേറെ വേറെ ഗുണങ്ങളായിരിക്കും. ഈ പറയുന്ന ജൈവവളം ഇട്ട് കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് നല്ല പച്ച കളറിൽ നമുക്ക് നല്ല നല്ല വിഷമൊന്നും ഇല്ലാത്ത ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഫലങ്ങളായിരിക്കും തരുന്നതെങ്കിൽ ഈ രാസവളവും കീടനാശിനിയൊക്കെ അടിച്ചു കൊടുക്കുന്നത് മുരടിച്ചും കുരുടിച്ചും പിന്നെ ചിലപ്പം വലുതായിട്ട് ഇങ്ങനെ പൊന്താൻ പോലെ നിൽക്കുക എന്നുള്ളതല്ലാതെ അതിന് ടേസ്റ്റോ ഒന്നും കാണത്തില്ല എന്ന് പറയുമ്പോൾ അത് അച്ചമ്മ ഏതായാലും ഉപമിച്ചത് നന്നായി. അത് അച്ചമ്മ നല്ല കാര്യമാണ് പറഞ്ഞത്. ഇവനുള്ള വളമെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇവന് ബുദ്ധി കൂടിപ്പോയി. ഇവനിപ്പോൾ ഒരു പൊന്താനെ പോലെ ഇരിക്കുന്നതല്ലാതെ ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എല്ലാവരും കൂടെ എൻ്റെ മോനെ പറഞ്ഞോ, അവൻ എന്ത് ചെയ്തിട്ടാ, അവൻ എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ ഞാൻ എല്ലാ വളവും ഇട്ട് കൊടുത്ത് അവനെ വളർത്തി വലുതാക്കിയിട്ടുണ്ടെങ്കിലേ അവന് 7 ഡിഗ്രി ഉണ്ട്, 7 ഡിഗ്രി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 7 ഡിഗ്രി പുഴുങ്ങി തിന്നാൻ പറ്റുമോ ചന്ദ്രേ? 7 ഡിഗ്രി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? 10 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് വീഴ്ത്താൻ പറ്റുമോ? ഇവൻ ആരെക്കൊണ്ടെങ്കിലും വീഴ്ത്താൻ പറ്റുമോ? ഇവൻ അവിടെ കൂടി ഇരുന്നല്ലേ പോകത്തുള്ളൂ. അതിനൊക്കെ എൻ്റെ സച്ചിമോന് 10 അല്ല 15 അല്ല 50 പേര് വന്നാലും എൻ്റെ സച്ചിമോൻ എന്ത് ചെയ്യും? എല്ലാത്തിനെയും ഇടിച്ച് തേർപ്പിച്ച് ഉശിരുള്ള ആൺകുട്ടിയെ പോലെ നിൽക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും ഗുണ്ടയാക്കി വളർത്തി വെച്ചേക്കുമല്ലേ അച്ഛമ്മ മോനെ, പിന്നെ എങ്ങനെയാ 50 പേര് വന്നാൽ അടിക്കാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞ് നിർത്ത്, മക്കളുടെ കണക്കും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് വെറുതെ എന്തിനാ നല്ലൊരു ഓണം നശിപ്പിക്കുന്നത്? ഇപ്പം ഇവിടെ ആരുടെയും കണക്ക് പറയണ്ട. സച്ചിക്ക് സച്ചിയുടെ കഴിവും ശ്രുതിക്ക് ശ്രുതിയുടെ കഴിവും ശ്രീകാന്തിൻ്റെ കഴിവുമുണ്ട്, അത് മതി. ഇനിയിപ്പോൾ കൂടുതൽ ആരും തർക്കിക്കാനും ഒന്നും പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, അല്ലെങ്കിലും ഇവനും കൂടെ കാരണമാണ് ചന്ദ്ര ഇത്രയും വഷളായി പോയത്. കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിരുന്നെങ്കിലേ ഇപ്പം ചന്ദ്ര വരച്ച വരെ നിന്നേനെ, അതുപോലെ ശ്രുതിയും നന്നായേനെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ രേവതി നിന്ന് ചിരിക്കുന്നു, വർഷം നിന്ന് ചിരിക്കുന്നു. രേവതിനെ ഒന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. രേവതിനെ എന്ത് പറയാനും, രേവതിനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അച്ചമ്മയുള്ളപ്പോൾ രേവതിനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിവരം അറിയും ചന്ദ്ര. ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ ഓണക്കളികളും ഓണാഘോഷങ്ങളും അതുപോലെ ഓണപ്പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കസേരകളി അങ്ങനെ പുതിയ കുറേ കളികളുമൊക്കെ നമ്മുടെ രേവതിയും സച്ചിയും വർഷയും എല്ലാവരും കൂടെ ചേർന്ന് കളിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ
ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ കളിക്കാനുള്ളൊരു അങ്ങനെ അവരുടെ കോമ്പിനേഷനുള്ളൊരു കളി, അങ്ങനെയൊക്കെ പല സൈസ് കളികളൊക്കെ ഇങ്ങനെ നടത്തുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സുധി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, എനിക്ക് മാത്രം ഇല്ലല്ലോ പേര്, എനിക്ക് മാത്രം എൻ്റെ ഭാര്യ ഇല്ലല്ലോ, ബാക്കി എല്ലാവർക്കും ഭാര്യയുണ്ട്, എനിക്ക് മാത്രം ഇല്ല, എന്ത് ചെയ്യാനാണ്, അവളുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം എൻ്റെ ഭാര്യ ആയിരുന്നേനെ ഏറ്റവും വലിയ സുന്ദരി, ഇവിടെ ഏറ്റവും വലിയ സുന്ദരി എൻ്റെ ഭാര്യ തന്നെയാകും, എൻ്റെ ഭാര്യ ആയിരിക്കണം, മലയാളമങ്ക എൻ്റെ ഭാര്യ ആയിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുധി ഇങ്ങനെ ചിന്തിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. സുധിക്കും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ചന്ദ്രയ്ക്കും ഭയങ്കര വിഷമമൊക്കെയാണ്. അപ്പം ചന്ദ്ര മോനെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. മോനെ സുധി, നീ വിഷമിക്കണ്ട, നോക്കിക്കോ, അടുത്ത ഓണത്തിന് നീ ഒരു പണക്കാരിനെ കൊണ്ട് ഞാൻ കെട്ടിക്കും, നല്ല പണക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടികൾ ആസ്തിയുള്ളൊരു പണക്കാരി ആയിരിക്കും നീ കെട്ടാൻ പോകുന്നത്, നീ നോക്കിക്കോ, അവളെ ഇനി നമുക്ക് വേണ്ട, അവൾ പോട്ടെ, നല്ല സുന്ദരിയായ ഒരു പണക്കാരി പെണ്ണിനെ കൊണ്ട് കെട്ടിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് വേറെ പണിയില്ലേ അമ്മ എന്തിനാ ഈ വക കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ട് വരുന്നത്, എനിക്ക് എൻ്റെ ഭാര്യ ഇല്ലാത്തതിൻ്റെ വിഷമമൊന്നും എനിക്കില്ല, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു ശ്രുതി തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിനിടയിലാണെങ്കിലോ നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ ഇടുന്ന ഓരോരോ എന്താ പറയുക കളികളും സ്റ്റാറ്റസൊക്കെ ആയിട്ട് നമ്മുടെ രേവതി ഇടുമ്പം അത് മീരയുടെ ഫോണിലേക്ക് ചെല്ലുകയാണേ. അപ്പോൾ മീര ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ പെട്ടെന്ന് കാണാനിടയായേ. അപ്പോൾ മീര സ്റ്റാറ്റസ് കാണാനിടയായി. അപ്പോൾ മീര എന്ത് ചെയ്യുന്നു, അത് സ്റ്റാറ്റസ് കണ്ടിട്ട് ഉടനെ തന്നെ, എടി ശ്രുതി ഇങ്ങ് വന്നേടി, നീ നോക്കിക്കേ, ദേ അവിടെ വലിയ ഓണക്കളികളും നല്ല ഓണപരിപാടികളും ഒക്കെ തന്നെയാണ് നിൻ്റെ വീട്ടിൽ നടക്കുന്നത്, എല്ലാവരും കൂടെ അച്ഛമ്മയുടെ കൂടെ നാട്ടിലേക്ക് പോയേക്കുകയാണല്ലോ, നീ കാണാൻ പറയുന്നു. അങ്ങനെ ശ്രുതി അത് കാണുക. ശ്രുതി അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ശ്രുതിക്ക് എന്താ ഭയങ്കര വിഷമം തോന്നുകയാണ്. ശ്രുതി ഇതെടുത്ത് നോക്കിയിട്ട്, ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാനും കൂടെ അവിടെ ഉണ്ടാകേണ്ടതല്ലായിരുന്നോ, എന്നിട്ട് ഇപ്പം എന്താ ഇത് കണ്ടില്ലേ, ഞാനില്ലാത്ത ഒരു ഓണാഘോഷമായി പോയല്ലോ, എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, എടി നീ കുറച്ചും കൂടെ കള്ളം പറയും, അപ്പം നിനക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും, നീ ഇനിയും ഓരോ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞ് പടച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം കുളവായും ചളവായി പോവുകയുള്ളൂ, അതുകൊണ്ട് നീ സത്യസന്ധമായിട്ട് നിൽക്കാൻ നോക്ക്, രേവതിയും വർഷേനൊക്കെ കണ്ട് നീ പഠിക്ക്, രേവതി കണ്ടോ അവൾക്ക് ഒന്നുമില്ലാത്ത കുടുംബത്തിലാണ്, പക്ഷേ കള്ളത്തരവും കൗശലവും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് സമാധാനം ഉണ്ടല്ലോ, നിനക്കതുണ്ടോ ഇപ്പം, നിൻ്റെ ഭർത്താവും ഇല്ല, ഇപ്പം നിൻ്റെ കൂടെ ആരുമില്ല, നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, നീ എന്താ ഇതിപ്പോൾ എന്നെ കാണിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കുത്തി പറയാനാണോ നീ ഇപ്പം വന്നതെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് ശ്രുതി, നിന്നെ കുത്തി പറഞ്ഞതല്ല, ഞാനൊരു കാര്യം പറഞ്ഞതാണ്, ഇനിയെങ്കിലും നീ സത്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ശ്രുതിനെ അറിയിക്കാൻ ശ്രമിക്കുക, അടുത്ത ഓണത്തിനെങ്കിലും നിനക്ക് മനസ്സമാധാനമായിട്ട് ഓണം കൂടണമെങ്കിൽ ഈ സത്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നീ ശ്രുതിനെങ്കിലും അറിയിക്കാൻ പറയുന്നു. അപ്പം അതിനുള്ള സമയമായിട്ടില്ല മീരെ, അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ അറിയിക്കും, പക്ഷേ എനിക്കിപ്പോൾ ആ വീട്ടിൽ കയറി പറ്റിയേ പറ്റത്തുള്ളൂ, കാരണം ഇനിയിപ്പം ഈ ഓണം പോട്ടെ, അടുത്ത ക്രിസ്മസിന് മുമ്പെങ്കിലും എനിക്ക് ആ വീട്ടിൽ കയറി പറ്റണം, എൻ്റെ സുധീനെ എനിക്ക് വേണം, എനിക്ക് എൻ്റെ സുധീനെയും എൻ്റെ ഷോറൂമും അതുപോലെ പഴയതുപോലെ തന്നെ എല്ലാം വേണം, അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അതിനുള്ള തത്രപ്പാടിലാണ് ഞാൻ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സെറ്റാക്കി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ആദിയുടെയും അമ്മയുടെയും കൂടെയാണ് അവർ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ശ്രുതിയും മീരയും ആദിയും അമ്മയും കൂടെ ഓണമൊക്കെ ആഘോഷിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ നാളെ കാണിക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ അവിടെയും ആഘോഷത്തിന് കുറവൊന്നുമില്ല. എന്നാലും നമ്മുടെ ശ്രുതിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ഓർമ്മ വരുന്നത് സുധീനെ തന്നെയാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അതുപോലെ പുത്തൻ ഉടുപ്പൊക്കെ ആദിക്ക് ഇട്ട് കൊടുക്കുകയും പുത്തൻ ഉടുപ്പ് ഇട്ട് അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മ വാരി കൊടുക്കുന്ന ആ ഒരു സന്തോഷമൊക്കെ ആ കുട്ടിയുടെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞാലും അമ്മയുടെ കൂടെ ആഘോഷിക്കുന്ന ഒരു ഓണം അത് പ്രത്യേക ഓരോ ഓണം തന്നെയാണ്. മാത്രമല്ല ശ്രുതിക്ക് ചിലപ്പം ഈ ഒരു ഓണത്തിന് വേറെ എവിടെയും കൂടാൻ പറ്റിയില്ലെങ്കിലും സ്വന്തം മകൻ്റെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റിയെന്നെങ്കിലും ചിന്തിക്കാമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു സീനൊക്കെ ഉൾപ്പെടുത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് ഒരാൾ വരുന്നുണ്ട്, ഒരു സ്ത്രീ വരുന്നുണ്ട്. അത് ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ്. നമ്മുടെ സച്ചിയുടെ കുറച്ച് പഴയകാല ചരിത്രങ്ങളും, അതായത് സച്ചി പണ്ട് പോലീസ് സ്റ്റേഷനിലും അതുപോലെ ജയിലിലൊക്കെ കിടന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ സച്ചിക്കുണ്ട്. അതിൻ്റെ പിന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി അല്ല, അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സുധിയാണ്. സുധി ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളുടെ ഒരു മറവായിട്ടാണ് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നത്, സച്ചി ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്. സുധിക്ക് അതിനുള്ള താങ്ങാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സച്ചി എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് നേരെ സെൻട്രൽ ജയിലിലല്ല 18 വയസ്സ് തികയുന്നതിന് മുമ്പെങ്ങാണ്ടാണ് നമ്മുടെ സച്ചിനെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ പോലീസിൽ ഇതൊക്കെ കിടന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു അച്ചമ്മയുടെ അയലോക്കത്തെ, അതായത് സച്ചി വളർന്നത് നാട്ടിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഏകദേശം കഥകളൊക്കെ അറിയാം.
അതുപോലെ നമ്മുടെ പുള്ളിക്കാരി വന്നിട്ട് കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വർഷ പ്രഗ്നൻ്റ് അല്ലേ, അപ്പം വർഷയ്ക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കളയണം, കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഓരോരോ തത്രപ്പാടുകളാണ് നമ്മുടെ വർഷ നടത്തുന്നത്. ആ ഒരു ഓണക്കളികൾക്കൊക്കെ നമ്മുടെ വർഷയോട് ഒത്തിരി നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല, നീ അവിടെ വന്നിരിക്കുക, നീ ഇവിടെ വന്നിരിക്കുക, ഓടരുത്, ചാടരുത്, നടക്കരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേഷ്യം വരുവാണ് കേട്ടോ നമ്മുടെ വർഷയ്ക്ക്. ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്നുകൊണ്ട് നടക്കുവാന്നും പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നിനും പറ്റത്തില്ലല്ലോ, ഇതെന്താ എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നത്, ശ്രീകാന്ത് ഇത് പറ്റത്തില്ല, ഇതാ ഞാൻ പറഞ്ഞത് ശ്രീകാന്തെ, എനിക്കിത് പറ്റത്തില്ല, നീ ഒറ്റ ഒരുത്തൻ കാരണമാടാ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായത്, എൻ്റെ കൺമുമ്പിൽ വന്നോണ്ടല്ലോ നിന്നെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ കൊല്ലൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ കൊങ്ങയ്ക്കൊക്കെ കയറി പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് എന്താ പ്രശ്നം, എന്താ മോളെ വർഷേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ രേവതി ചേച്ചി, എനിക്ക് തുമ്മാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, ഇനി എത്ര നാളെ ഞാൻ ഇങ്ങനെ നടക്കും, എനിക്കും വേണ്ടേ ഓണപരിപാടിക്കൊക്കെ എനിക്കും കൂടണ്ടേ, എനിക്കും കസേര കളിക്കും അതുപോലെ വാലുപറിക്കും ഒക്കെ കൂടണം, എന്നെ മാറ്റി നിർത്തും എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ മോളെ വേറൊന്നുമല്ല, മോളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ, അതുകൊണ്ട് മോൾ എന്തിനാ ഇപ്പം സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, അത് കുഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നീ ആളാകെ മാറിപ്പോകും, നീ വേറെ ഒരു ഇതായി പോകും, നമ്മളെല്ലാവരും അതിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്. അടുത്ത വർഷം ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഒരു ആളും കൂടെ കാണില്ല, നമ്മുടെ കുടുംബത്തിൽ ഒരു അതിഥിയും കൂടെ കാണില്ലേ ഈ ഒരു സമയത്ത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്ത് രസമായിരിക്കും ആ കൊച്ചിൻ്റെ കൊഞ്ചലും കളിയും ചിരിയും. അവളല്ലായിരിക്കുമോ അല്ലെങ്കിൽ അവനല്ലായിരിക്കുമോ ഇനിയിപ്പം അടുത്ത ഓണത്തിലെ താരം എന്ന് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ രേവതി ചേച്ചി ഇങ്ങനെയൊന്നും പറയുമൊന്നും വേണ്ട. എന്നിട്ട് രേവതി ചേച്ചി എന്തേ പ്രസവിക്കാത്തത്, എനിക്കറിയാം എല്ലാവർക്കും പേടിയാണ് പ്രസവിക്കാൻ, എന്നിട്ട് എന്നെ കൊണ്ടങ്ങ് പ്രസവിപ്പിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പേടിയായിട്ടൊന്നും അല്ല ഞാൻ പ്രസവിക്കാത്തത് ഒരിക്കലും, അതുകൊണ്ടൊന്നും അല്ല, അതിനൊക്കെ ഒരു സമയമുണ്ട് മോളെ, ഇപ്പം ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഈ സമയം അതൊരിക്കലും നീ കളയരുത്. ദൈവം എത്ര പേര് കാത്തിരിക്കുന്നതാണെന്നറിയാമോ ഒരു കുഞ്ഞിന് വേണ്ടി. അപ്പം ദൈവം നിനക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭാഗ്യമുള്ളത് കൊണ്ടാണ് നിനക്ക് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടാത്ത പോയതിൻ്റെ സങ്കടമാണ് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് സങ്കടപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ഒരുപാട് സങ്കടമോ, രേവതി ചേച്ചി സങ്കടപ്പെടുമൊന്നും വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ സങ്കടത്തിൽ നിന്നും നമ്മുടെ വർഷം മാറ്റിയൊക്കെ എടുക്കുകയാണ്. ഏതായാലും അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പം നാളത്തെ വിശേഷം എന്ന് പറയുന്നത് നാളെയും മറ്റന്നാളൊക്കെ ഓണവും ഓണക്കളികളും ഒക്കെ ആയിട്ടും അതുപോലെ പുതിയൊരു മുഖമൊക്കെ വരുന്നുണ്ട്, പരദൂഷണവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അടിപൊളി രസകരമായിട്ടാണ് ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുതേ. ഇന്ന് രാവിലെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നുണ്ട്, നിങ്ങൾ അറിയായിരിക്കുമല്ലോ അല്ലേ. കുറച്ച് ദിവസം നമ്മൾ വിശേഷമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, അത് വേറൊന്നുമല്ല, ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വിശേഷം ചെയ്യാതിരുന്നത്. ഇനിയിപ്പം കണ്ടിന്യൂസ്ലി നമ്മൾ വിശേഷമൊക്കെ ചെയ്യുന്നതായിരിക്കും, എല്ലാ ദിവസവും വിശേഷം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് വരാനിരിക്കുന്ന അലീനയുടെ കഥയൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഫുൾ വിശേഷവും പ്രമോവിശേഷവും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും മിസ് ചെയ്ത് കളയരുത്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക, അടിപൊളി ഒരു ഓണമാകട്ടെ എല്ലാവർക്കും എന്നൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം, മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് നിങ്ങളിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.